നടക്കാൻ നല്ല സുഖം. ഇളം വെയിലിനൊപ്പം മഞ്ഞ് പകർന്നു തരുന്ന കുളിരും കൂടി ചേർന്നപ്പോൾ അനുഭവവേദ്യമായത് ഒരു സ്വർഗീയാനുഭൂതി. എൻ്റെ കരതലം പ്രിയതമൻ്റെ കൈകൾക്കുള്ളിലാണ്. ഞങ്ങൾ ജീവിതം തുടങ്ങിയിട്ട് ഒരാഴ്ച പോലുമായിട്ടില്ല. അസുലഭമായ ഈ നിമിഷങ്ങൾക്ക് മനോഹാരിത പകരാൻ ഈ പഹൽഗാമിനേക്കാൾ അനുയോജ്യമായ മറ്റൊരു സ്ഥലം വേറെയില്ല. പൈൻമരങ്ങൾ ഹരിതാപ പകരുന്ന മലഞ്ചെരിവിനെ ചുറ്റിപ്പറ്റി ലിഡർ നദി ശാന്തമായി ഒഴുകുന്നു. ഗിരിശൃംഗങ്ങളിൽ വെള്ളിയുരുക്കി ഒഴിച്ച പോലെ മഞ്ഞ് തൊങ്ങൽ ചാർത്തി വിരിഞ്ഞു നിൽക്കുന്നു. തുഷാരത്തിൽ ചുംബിച്ച് നനുത്തതായി അവശേഷിക്കുന്ന പുൽമേട്ടിലൂടെ കൈകോർത്ത് നടന്ന് കൊതി തീരുന്നേയില്ല. തൊട്ടില്ല നടന്നെത്തി. ശരീരമാസകലം വിറച്ചു. ഇതുവരെ എന്നെ താങ്ങി നിർത്തിയിരുന്ന കൈത്തലം ഉതിർന്ന് താഴേക്ക് വീഴുന്നു. ധരിച്ചിരുന്ന ജാക്കറ്റിനെയും സ്വെറ്ററിനെയും തുളച്ചു കയറിയ വെടിയുണ്ടകൾ എൻ്റെ പങ്കാളിയുടെ വിരിമാറിൽ രക്തച്ചാലുകൾ തീർത്തിരിക്കുന്നു. പച്ച നിറമുള്ള പുൽത്തകിടി രക്തത്തിൽ കുതിർന്നിരിക്കുന്നു. മുന്നിൽ നിൽക്കുന്ന തീവ്രവാദിയുടെ കയ്യിലെ AK-47 തോക്കിന് മുനയിൽ നിന്നും പുക പറക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് പോലും തിരിച്ചറിയാൻ കഴിയുന്നതിന് മുമ്പ്, മോഹാലസ്യപ്പെട്ട് കുഴിഞ്ഞു വീഴുന്നതിന് മുമ്പ് അവൻ്റെ ക്രൂരമായ ചിരി ഞാൻ കണ്ടു. ചിരി നിർത്താതെ അവൻ എന്തോ എന്നോട് മാത്രമായി പുലമ്പി. ഇങ്ങനെ അനേകം പേർ പിടഞ്ഞു വീഴുന്നു. എവിടെയും വെടിയൊച്ചകൾ മാത്രം. പരിഭ്രാന്തരായി എങ്ങോട്ടെന്നറിയാതെ പരക്കം പായുന്ന സഞ്ചാരികൾ. അവരിൽ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും. പല രാജ്യക്കാർ, പല ദേശക്കാർ, പല ഭാഷകൾ സംസാരിക്കുന്നവർ. പക്ഷേ തോക്കേന്തിയവർക്ക് അറിയേണ്ടത് പഹൽഗാമിൻ്റെ സൗന്ദര്യം നുകരാനെത്തിയവരുടെ മതമായിരുന്നു. അതിനുവേണ്ടി ആധാർ കാർഡ് തിരയാൻ അവർക്ക് ജാള്യത ഉണ്ടായിരുന്നില്ല. തങ്ങൾ കൈയടക്കി വച്ചിരിക്കുന്ന സാമ്രാജ്യം പതിയെ പതിയെ കാൽ കീഴിൽ നിന്നൊലിച്ചു പോകുന്നതിൻ്റെ പരിഭ്രാന്തി അവരിൽ പ്രകടമായിരുന്നു. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, നിങ്ങളുയർത്തിയ ഓരോ വെടിയുണ്ടയും തുളച്ചു കയറിയത് ഓരോ സഞ്ചാരിയുടെയും ഹൃദയത്തിലാണെങ്കിലും അതിൻ്റെ വേദന എന്നേക്കുമായി അറിയാൻ പോകുന്നത് പതിറ്റാണ്ടുകൾക്ക് ശേഷം മുന്നിൽ തുറന്നു വരുന്ന ഉപജീവന മാർഗങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഒരു പൊതുജീവിതം കരിപ്പിടിപ്പിക്കാമെന്ന് സ്വപ്നം കണ്ട നിഷ്കളങ്കരായ ഒരു പറ്റം കാശ്മീരി നിവാസികളാണ്. വികസനം എന്തെന്നറിയാൻ തുടങ്ങിയ സാധാരണ ജനങ്ങളാണ്. സമാധാനപരമായൊരു ജീവിതം കാക്ഷിച്ച അവരാരും നിങ്ങൾക്ക് മാപ്പ് നൽകില്ല. മതമേതെന്ന് തിരഞ്ഞുപിടിച്ച് കാഞ്ചി വലിച്ച നിങ്ങളുടെ മതം ഞങ്ങൾക്കറിയേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് മുൻപിൽ പിടഞ്ഞു വീഴും മരിച്ച മനുഷ്യരെ മാത്രമാണ് കാണുന്നത്. അവരുടെ രക്തത്തിന് ഒരേ നിറമാണ്. പക്ഷേ പഹൽഗാമിൻ്റെ ഹരിതാഭമായ പുൽമേടുകളിൽ രക്തപ്പുഴയൊഴുക്കി ആവേശം കൊണ്ട നിങ്ങളുടെ മനസ്സിൽ അരിച്ചെരുത്തെത്തുന്ന ഭീതിയെ ഞങ്ങൾ വ്യക്തമായി കാണുന്നു. അത് നിമിഷം തോറും വർദ്ധിച്ചു വരുമെന്നതിൽ ഞങ്ങൾക്ക് സംശയമില്ല. അത് വളർന്ന് വളർന്ന് പരകോടിയിലെത്താൻ ഇനി അധിക സമയമില്ല. അതിനുവേണ്ടി നിറം മറന്ന്, മതം മറന്ന്, ഭാഷ മറന്ന് ഞങ്ങൾ കാത്തിരിക്കുന്നു. തക്കതായ മറുപടി രാജ്യസ്നേഹികളായ ധീരജവാന്മാരും ഭാരത ജനതയും ഭരണ നേതൃത്വം നിങ്ങൾക്ക് തന്നിരിക്കും. ഞങ്ങൾ വർഷിക്കുവാൻ പോകുന്ന തീമഴയിൽ നിങ്ങൾ ഇഞ്ചിഞ്ചായി വെന്തു വെണ്ണീരാകും. വസുദൈവ കുടുംബകം എന്ന വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന ഭാരതത്തിന് മുന്നിൽ സമാധാനത്തിന് തുരങ്കം വെക്കുന്നവരാരാ ഈ ഭൂമിയിൽ അവശേഷിക്കില്ല. ഇരയാക്കപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് ആദരാഞ്ജലികൾ.